ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കോക്കോ ലെമൺ. ഞാൻ നന്ദന. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രഗ്നന്റ് ലേഡീസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ്. അതായത് പ്രഗ്നൻസി സമയത്ത് എന്തൊക്കെ ഫുഡ്സ് ആണ് അവോയ്ഡ് ചെയ്യേണ്ടതെന്നുള്ളത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഒന്നാമത്തേത് അൺപാസ്ചറൈസ്ഡ് മിൽക്ക് ആൻഡ് ഡയറി പ്രൊഡക്ട്സ് ആണ്. എന്തുകൊണ്ടാണ് ഇത് അവോയ്ഡ് ചെയ്യണമെന്ന് പറയണേന്ന് നോക്കാം. ഇതിനകത്ത് ധാരാളം ഹാംഫുൾ ആയിട്ടുള്ള ബാക്ടീരിയാസ് അടങ്ങിയിട്ടുണ്ട്. എക്സാമ്പിൾ ആയിട്ട് ലിസ്റ്റേരിയ പോലുള്ളവ. ഇതെന്തൊക്കെ റിസ്ക് ഉണ്ടാക്കുമെന്ന് നോക്കാം. ഇൻഫെക്ഷൻ, അതുപോലെ തന്നെ മിസ്കാരേജും പ്രീ മെച്യൂർ ഡെലിവറിക്കും കാരണമായേക്കാം. എപ്പോഴും പാസ്ചറൈസ് ആയിട്ടുള്ള മിൽക്കും ചീസും യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. രണ്ടാമത്തേത് ടു മച്ച് സാൾട്ട് ആൻഡ് സോൾട്ടി പ്രോസസ്ഡ് ഫുഡ്സ് ആണ്. എക്സാമ്പിൾ ആയിട്ട് അച്ചാറ്, ചിപ്സ്, അതുപോലെ തന്നെ പാക്കേജ്ഡ് ആയിട്ട് വരുന്ന സ്നാക്സ് ഒക്കെ. എന്തുകൊണ്ടാണ് അവോയ്ഡ് ചെയ്യണേന്ന് പറയണേന്ന് നോക്കാം. ഈ ഫുഡ്സ് ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടാക്കുവാനും സ്വെല്ലിങ്ങും അതുപോലെ തന്നെ കോംപ്ലിക്കേഷൻസ് ആയിട്ടുള്ള പ്രിക്ലാംസിയ പോലുള്ളവ ഉണ്ടാക്കാനും കാരണമായേക്കാം. എപ്പോഴും ലോ സോഡിയം ആയിട്ടുള്ള ഫുഡ് കഴിക്കുവാനും ഹോം മെയ്ഡ് ഫുഡ് സെലക്ട് ചെയ്യാനും ശ്രദ്ധിക്കുക. മൂന്നാമത്തേത് റോ ഓർ അണ്ടർ കുക്ക്ഡ് മീറ്റ്, ഫിഷ് ആൻഡ് എഗ്സ് ആണ്. എന്തുകൊണ്ടാണ് അവോയ്ഡ് ചെയ്യണമെന്ന് പറയണേ നോക്കാം. ഇതിനകത്ത് സാൽമണല്ല അല്ലെങ്കിൽ ടെക്സോപ്ലാസ്മോസിസ് പോലുള്ള ബാക്ടീരിയാസ് അടങ്ങിയിട്ടുണ്ട്. എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഇത് ഉണ്ടാക്കണേന്ന് നോക്കാം. ഫുഡ് പോയ്സണിങ്, ഇൻഫെക്ഷൻ, അതുപോലെ തന്നെ നിങ്ങളുടെ കുഞ്ഞിന്റെ ഹെൽത്തിനെയും ഇത് എഫക്ട് ചെയ്യുന്നതായിരിക്കും. എപ്പോഴും കുക്കായിട്ടുള്ള മീറ്റും ഫിഷും അതുപോലെ തന്നെ എഗ്സും യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നാലാമത്തേത് കഫെയിൻ ആണ്. അതായത് കോഫി, ടീ, എനർജി ഡ്രിങ്ക്സ്. എന്തുകൊണ്ടാണ് ഇത് ലിമിറ്റ് ചെയ്യണമെന്ന് പറയണേ നോക്കാം. എക്സസ് ആയിട്ടുള്ള കഫീൻ നിങ്ങളുടെ ബേബിയുടെ ഗ്രോത്തിനെ കുറയ്ക്കുന്നതായിരിക്കും. സേഫ് ലിമിറ്റ് എത്രയാണെന്ന് നോക്കാം. ഒരു സ്മോൾ കപ്പ് ഓഫ് കോഫി ഒരു ദിവസം നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. എപ്പോഴും ഡീ കഫെയിൻസും അതുപോലെ തന്നെ ഹെർബൽ ടീയും ഫ്രഷ് ജ്യൂസും ഇതിന് പകരം നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. അഞ്ചാമത്തേത് ആൽക്കഹോൾ ആൻഡ് ടുബാക്കോയാണ്. എന്തുകൊണ്ടാണ് അവോയ്ഡ് ചെയ്യണമെന്ന് പറയണേ നോക്കാം. ആൽക്കഹോളും ടുബാക്കോ യൂസ് ചെയ്യുന്നത് സീരിയസ് ആയിട്ടുള്ള ബർത്ത് ഡിഫക്റ്റ് കുഞ്ഞിനുണ്ടാക്കുവാനും കുഞ്ഞിന്റെ ബ്രെയിൻ ഡാമേജ് ചെയ്യുവാനും കുഞ്ഞിന് ബർത്ത് വെയിറ്റ് കുറയ്ക്കുവാനും കാരണമാകുന്നു. കംപ്ലീറ്റ്ലി ഇത് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. അതുപോലെ തന്നെ പ്രഗ്നൻസി ത്രൂ ആയിട്ട് സ്മോക്കിംഗ് അവോയ്ഡ് ചെയ്യേണ്ടതുണ്ട്. ആറാമത്തേത് സ്ട്രീറ്റ് ഫുഡ് ആൻഡ് അൺഹൈജീനിക് സ്നാക്സ് ആണ്. എന്തുകൊണ്ടാണ് ഇത് അവോയ്ഡ് ചെയ്യണമെന്ന് പറയണേന്ന് നോക്കാം. ഇതിനകത്ത് റിസ്ക് ഓഫ് ഇൻഫെക്ഷൻസും അതുപോലെ തന്നെ ഫുഡ് പോയ്സണിങ്ങും അടങ്ങിയിട്ടുണ്ടാകും. എപ്പോഴും ഫ്രഷ് ആയിട്ട് കുക്ക് ചെയ്ത ആഹാരം കഴിക്കുവാനും ഹൈജീനിക് ഫുഡും അതുപോലെ തന്നെ ട്രസ്റ്റഡ് ആയിട്ടുള്ള സോഴ്സും നിങ്ങൾ ഉപയോഗിക്കുക. ഏഴാമത്തേത് റോ ആയിട്ടുള്ള പപ്പായയും അതുപോലെ തന്നെ ഡ്രൈഡ് വാട്ടർമെലൺ സീഡ്സും ആണ്. എക്സ്പെഷ്യലി റോ ഓർ സെമി റൈപ്പിഡ് പപ്പായ. എന്തുകൊണ്ടാണ് ഇത് അവോയ്ഡ് ചെയ്യണമെന്ന് പറയണമെന്ന് നോക്കാം. ഇതിനകത്ത് എൻസൈംസ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കോൺട്രാക്ഷൻസ് ഉണ്ടാക്കുവാനും ഇത് മിസ്കാരേജ് ഉണ്ടാക്കാനും കാരണമായേക്കാം. ആദ്യത്തെ 3 മാസങ്ങളിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ധാരാളം വെള്ളം കുടിക്കുവാനും അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ആഹാരം കഴിക്കുവാനും നിങ്ങൾ മറക്കരുത്. പുതിയൊരു ഫുഡ് ചൂസ് ചെയ്യാൻ നേരത്തെ നിങ്ങളുടെ ഡോക്ടറിനോടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡയറ്റീഷ്യനോടോ നിങ്ങൾ ചോദിക്കുവാനും മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുവാനും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.